അതെ, രാത്രി 8 മണി. പുറത്താണ്, മഴയുടെ സൗണ്ട് കേൾക്കുന്നു. മഴ നന്നായിട്ട് ചാറുന്നുണ്ട്. ഭയങ്കരമായിട്ടല്ല, എന്നാൽ വലിയ മഴയുമല്ല, ചെറിയ ചാറ്റലുമല്ല, ആ പരുവം. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഡിസൈഡ് ചെയ്തതാണ് പുറത്ത് വെച്ച് വീഡിയോ എടുക്കാമെന്നേ. അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ ആകട്ടെ എന്ന് വെച്ചു. മഴയുടെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകുമോ എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ വീഡിയോ ഒരു ഗ്രില്ലാണ് കേട്ടോ. ആദ്യം വിചാരിച്ചത് ഓവനിൽ ചെയ്യാമെന്നാണ് കേട്ടോ. പിന്നെ വിചാരിച്ചു വേണ്ട, നമ്മുടെ ആ കനലിനകത്തുണ്ടാക്കി എടുക്കുമല്ലോ, ഗ്രില്ല് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ ജോസൻ, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലേ, വലിയൊരു മീൻ മേടിച്ചുകൊണ്ട് വന്നു. അത് ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് കനലെടുത്താൽ പിന്നെ അതിന് തികയത്തില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു നമ്മുടെ ടോസ്റ്റർ ഗ്രില്ലർ ഉണ്ടല്ലോ, അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ ഇപ്പോൾ കുക്കിങ്ങിനുള്ള എല്ലാ സംഭവങ്ങളും ഇന്ന് ജോസൻ റെഡിയാക്കിയിട്ടുണ്ട്. ജോസൻ്റെ ഇന്നത്തെ പണി അതായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്റ്റർബ് ആകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു ഗ്യാസ് കൊണ്ടുവച്ചിട്ടുണ്ട്. സിലിണ്ടർ അകത്താണ്. ഇതിനകത്താണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പണി. അതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തു. ബാക്കിൽ ലൈറ്റ് കൊടുക്കണമായിരുന്നു, അത് കൊടുത്തു. ഇവിടെ ഇലക്ട്രീഷ്യൻ അടുത്ത ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നു. വെട്ടം ഇച്ചിരി കുറവ്. കറണ്ട് പോകാതിരുന്നാൽ കൊള്ളാം. വന്നും പോയി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ലൈറ്റ് ഇടട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്താ, എല്ലാവർക്കും സുഖമല്ലേ, സന്തോഷമല്ലേ? മഴ ഇടയ്ക്ക് പെയ്യും, ഇടയ്ക്ക് തോരും, അങ്ങനെയാണ്. രാവിലെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൈകിട്ടായപ്പോഴത്തേക്ക് നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ എടുക്കുമ്പോഴേ നമ്മൾ ആദ്യം ഗ്രില്ലിൻ്റെ വീഡിയോ ഇട്ടേ ഓർക്കുന്നു. ഫ്രണ്ട് മുറ്റത്ത് വെച്ചിട്ട് മീൻ ഗ്രില്ല് ചെയ്തായിരുന്നു, ചിക്കൻ ഗ്രില്ല് ചെയ്തായിരുന്നു. റിജോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റിജോ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും ഈ സമയത്ത്. അന്ന് ഞങ്ങളുടെ വീഡിയോയുടെ മെയിനായിട്ടുള്ള ആൾ റിജോ ആയിരുന്നു, ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ. റിജോ ഇങ്ങോട്ട് വേണ, ഇപ്പോൾ പുതിയ സ്ഥലമൊക്കെ ഉണ്ട്. ഒത്തിരി പേര് എനിക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, വാട്സാപ്പിൽ കൂടെയും കമൻറ്റിൽ കൂടെയൊക്കെ ചോദിക്കാറുണ്ട്. റിജോയും മക്കളും സുഖമായിട്ടിരിക്കുന്നോ, ഫോൺ ചെയ്യാറുണ്ടോ? സുഖമായിട്ടിരിക്കുന്നു. ഇടയ്ക്കൊക്കെ വാട്സപ്പ് കോൾ ചെയ്യാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്. സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂറിൽ കൂടുതലായി. അപ്പോൾ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം, എങ്കിലാണ് നമ്മുടെ ഗ്രില്ലിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നിങ്ങൾ രാവിലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കഴിവതും രാത്രിയിലേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. എത്രയും കൂടുതൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും, സോഫ്റ്റും ആവും. മാരിനേറ്റ് ചെയ്തിട്ട് പുറത്തല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് കേട്ടോ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്തതെന്ന് ഇപ്പോൾ കാണിക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് തൈര് വേണം. എൻ്റെ കയ്യിൽ നല്ല കട്ട തൈരാണ്, എങ്കിലും ഞാൻ അരിപ്പയിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് വെക്കുകയാണ്. വെള്ളമുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കട്ട തൈരല്ല, വെള്ളം ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഇങ്ങനെ അരിപ്പയിലിട്ട് വെച്ചാൽ മതി. വെള്ളം മൊത്തം വാന്ന് നല്ല കട്ടയായിട്ടുള്ള ഇത് മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇത്ര ഇട്ട് വെച്ചേക്കുന്നതേ ഉള്ളൂ, ഇത് മൊത്തം എടുക്കത്തില്ല. അപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 4 ലെഗുണ്ട്, പിന്നെ ഒരു 3-4 ചെറിയ പീസുകളും. അപ്പോൾ നന്നായിട്ട് മസാലയൊന്ന് കോട്ട് ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ അതും ഇടാം. കറിവേപ്പില ഇത്രയും വേണ്ട. ഇഞ്ചി, ഇത് എരിയില്ലാത്ത പിഞ്ച് ഇഞ്ചിയാണ് കേട്ടോ, അതാ ഇത്ര എടുത്തേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് പുതിനയിലയുണ്ട്, അതുകൂടി ഇടാം. നാരങ്ങാനീര്. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. വെള്ളത്തിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ തൈര് നമ്മളെടുത്ത് വെച്ചില്ലേ, അതിട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നന്നായിട്ട് ഇതിനകത്തോട്ടൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ആ വരയ്ക്കുന്നത് ഇത്തിരി ഡീപ്പായിട്ടൊന്നും ഇടണേ, അകത്തോട്ട് മസാല ചെല്ലത്തക്ക രീതിയിൽ. നടുക്കൂടെ വരയുന്നതേ
ഇത് നിങ്ങൾ ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ മസാല പുരട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണേ. കുറഞ്ഞതൊരു 4-5 മണിക്കൂറെങ്കിലും. അതല്ല, രാത്രി പുരട്ടി വെച്ചിട്ട് രാവിലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത്രയും മസാല പിടിച്ചിരിക്കും. അപ്പം ഞാനിത് എന്തായാലും ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണേ. ഇതുമായിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ. നമ്മുടെ മസാലയൊക്കെ പരുവമാണ്, കണ്ടോ, അധികവും ഇല്ല, പുരണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആ മസാല അരച്ചപ്പോൾ അതിനകത്ത് 3 ടീസ്പൂൺ തൈരിട്ടായിരുന്നു. ഞാൻ എടുത്തത് മൊത്തം ഇട്ടിട്ടില്ല, ഇത്രയും അധികം ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ പുളി അനുസരിച്ച്, പുളിയോ ടേസ്റ്റോ ഒക്കെ നോക്കിയിട്ട് ഒത്തിരി പുളി ഇല്ലാത്തതാണെങ്കിൽ അതനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ഈ തൈരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പുളിയുണ്ട്, എന്നാലും ഓവറല്ല. അപ്പോൾ ഇതുപോലെ അങ്ങ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. അപ്പോൾ കുറച്ച് എണ്ണ, ഞാൻ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം, ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഗ്രില്ല് ചൂടായി. നന്നായിട്ട് ഇതാ ചൂടായിട്ടിരിക്കുകയാണ്. ഇത്തിരി എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒറ്റ ട്രിപ്പ് ഓടത്തില്ല, 3 ഉള്ളൂ. 4. അപ്പം ഇതങ്ങോട്ട് വെച്ച് കൊടുത്ത് ടൈം എടുക്കും കേട്ടോ. ഞാൻ ഇതിനകത്ത് ഇതുവരെ ഇത് ചെയ്തിട്ടില്ല. ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിനകത്ത്. ഫിഷും ചിക്കനും ഒക്കെ ഗ്രില്ല് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്ത്. ഗ്രില്ലറും ടോസ്റ്ററുമാണിത്. ഞാനാണ് ക്യാമറമാൻ. ഞാൻ എൻ്റെ ഇച്ചിരി പുറമോട്ട് പോയി, നിനക്കാ ഗ്ലാമർ കൂടുതൽ. അപ്പം ചിക്കനെ നോക്കിയിരിക്കുകയാണ് രണ്ടുപേരും, ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഞാനേ വേണ്ടേ ഈ അരകല്ലൊക്കെ പുറത്ത്. ഇതെന്താ രാത്രിയിലാ കേട്ടോ. ഹോട്ടലാണ്, ഹോട്ടൽ. മറ്റേ കാല് വെച്ചായിരുന്നെങ്കിൽ കവർ ഫോട്ടോയ്ക്ക് ഒരു ഗുമ്മ് കിട്ടിയേനെ. ഞാൻ വിചാരിച്ചില്ല ഓവൻ എടുത്ത് വെച്ച് അതിനകത്ത് ഓവൻ ഇവിടെ കൊണ്ടുവെക്കുന്നു. ഇവിടെ വെച്ചെടുക്കാം, സുഖമായിട്ട്. നല്ല രസം. ഒരു ദിവസം പകല് ചെയ്യണം, നല്ലതാ. എൻ്റെ മീനിൻ്റെ ഞാൻ പകലേ ചെയ്തുള്ളൂ കേട്ടോ. ഞാൻ ഇതുകൂടെ വെക്കുമോ, ഈ കവർ ഫോട്ടോയ്ക്ക് ഒരു ലുക്ക് കിട്ടാനേ. എനിക്ക് പിന്നെ ഇപ്പുറത്തൂടെ ഒക്കെ പോയി അതാണ് തീരട്ടെ. അല്ല, അത്ര ഇരിക്കത്തില്ല. ഇത് നമുക്ക് നാളെ എങ്ങാനും ഫ്രൈ ചെയ്യാം. ഇത് ഇവിടെ ലൈറ്റിൻ്റെ ഇത് കണക്ഷൻ കൊടുത്തോണ്ടാ. ഞാനേ ഇവിടെ കണക്ഷൻ കൊടുത്തോണ്ടാ, അല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് വലിക്കാനിരുന്നേനാ. അവിടെ ഞാൻ അത് ഓരോന്നൊക്കെ അടിക്കാനും ഇൻഡക്ഷൻ കുക്കർ വെക്കാനും ഒക്കെ സെറ്റപ്പ് ചെയ്ത്. ഇനിയിപ്പോൾ ആ ലൈറ്റ് ആ സ്വിച്ചിൽ കയറ്റി കൊടുക്കാതിരിക്കുമോ, അവിടെ ഒരു ലൈറ്റ് സ്ഥിരമായിട്ട്. ഇപ്പോൾ ഇത് പിടിച്ചിട്ടപ്പോഴല്ലേ പിടി കിട്ടിയ, അപ്പോൾ അവിടെ ഒരു നല്ല ലൈറ്റും കൊടുത്താലേ അവിടെ ഇരുന്നു. അപ്പം നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം. നല്ല മണമൊക്കെ വരുന്നു. മസാല വെന്തതിൻ്റെ നല്ല മണം വരുന്നു. എപ്പോൾ റെഡിയാവും എന്നും പറഞ്ഞ ഒരാളിരിക്കുന്നു. പിന്നെ സംശയം എന്തോ, ഒരു ഇലയൊക്കെ വെട്ടാൻ പോവുക. ഞാൻ അടച്ചു വെക്കാം. ആ, അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെയാണ് വേവുന്നത്. ഒരു കമൻറ്റ് കേൾക്കണോ? വാളമീനാണ് ഇത്. വാളയെന്നാണോ മീനിന്റെ പേര്? ആറ്റുവാളയെന്ന് പറയുന്നത്. നെയ് കൂടുതലാണ്, അതുള്ളതാ. മീൻ ആറ്റുവാളയാണ്. ആ, ബോംബെയിൽ ഞാനൊരു പ്രാവശ്യം വാങ്ങി, എനിക്ക് ഇഷ്ടമായില്ല. അത് വളർത്തു മീൻ ആണെന്ന്. അന്ന് ബോംബെ മേടിച്ചില്ലേ, ആ മീൻ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ കൊറോണ സമയത്ത് നമ്മൾ മാർക്കറ്റ് തപ്പിപ്പോയി മേടിച്ചായിരുന്നു. ആ സെയിം മീനാണിത്. എനിക്ക് ഇത് ഒന്നും കുഴപ്പമില്ല. ആ, അവസാനം മീൻ്റെ മീൻ മതി, ഏതാണേലും കഴിച്ചോളും. എനിക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അടുത്തത് ചേച്ചി ആ ജോസച്ചാനെയും കൊണ്ട് വിറക് കീറിച്ചാൽ നല്ല പിച്ചു വാങ്ങുമെന്ന്. എങ്ങനെ എങ്ങനെ? അയ്യോ,
അതിനെ തിരിച്ചു. ആ അത് ശരണ്യായിട്ട കമന്റ് ആണത്. അല്ല, ആ പ്രശാന്ത്, ആ ശരണ്യാണത്. ജോസച്ച അല്ല, ജോസച്ച ഞങ്ങളുടെ അല്ല, കമന്റിനെ തിരിക്കുക. ചേച്ചിയെ ഇനി ഞങ്ങളുടെ ജോസച്ചാനെ കൊണ്ട് വെറുതെ കീറിച്ച നല്ല പിച്ചു വാങ്ങും. ആ കമന്റ് എന്തോന്നറിയാമോ? ജോസ ഞങ്ങളുടെ ചേച്ചിയെ കൊണ്ട് ഇനി വിറക് കീറിച്ച നല്ല പിച്ചു വാങ്ങുമെന്നാണ്. അതിനെ അങ്ങ് തിരിച്ചു വെച്ച് പറഞ്ഞു. ബ്ലാക്ക് ചുരിദാറ് ചേച്ചി സൂപ്പറാണെന്ന്. കണ്ടോ എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അതിന്റെ കളറേ നല്ല രസമായി. എനിക്ക് കപ്പ കഴിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ ഹെൽപ്പ് ചെയ്ത് തരുമല്ലോ. കണ്ടോ? അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയത്തേ ഇല്ല. വേണ്ട, അതൊക്കെ വെന്ത് തുടങ്ങി. കണ്ടോ ഇളകി വരുന്നേ. അപ്പൊ നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. അപ്പോൾ ഈ ഗ്രില്ലിനെ പറ്റി, ഇതിനെ ടോസ്റ്ററിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല. മിക്കവാറും കമന്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് അഗാരോടെയാണ്. ഞാൻ മേടിച്ചിട്ട് 1.5 വർഷമായി. നമ്മൾ ബോംബെന്ന് വരുന്നതിന് മുമ്പ് മേടിച്ചതാ. ബോംബെന്ന് വരുന്നതിന് മുമ്പേ മേടിച്ചതാ. ആ, അപ്പോൾ 1.5 വർഷത്തോളമായി. 1.5 വർഷത്തോളമായി. ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ, ബ്രെഡും സാൻഡ്വിച്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതേപോലെ ഉപയോഗിക്കാത്ത 1-2 സാധനം കൂടി. അപ്പം ഇതാദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് ഇതൊക്കെ ഉണ്ടോ. ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. താല്പര്യമുള്ളവർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ. നല്ലതായിട്ട് നോക്കിക്കേ, എന്ത് ഇതായിട്ടാണ് ഗ്രില്ലാകുന്നതെന്ന്. ഇത് നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം തിരിച്ചും മറിച്ച് വിട്ടായിരുന്നേ. ഇടയ്ക്ക് ഇത് അടച്ചു വെച്ചു, പിന്നെ തുറന്നു വെച്ചു. ഇപ്പം ഞാൻ ഒരു 3/4 കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മാക്സിമത്തിൽ നിന്നും മിനിമത്തിലാക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ മാക്സിമത്തിലായിരുന്നു വെച്ചിരുന്നത്, ഇപ്പം മിനിമത്തിലാക്കി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ആദ്യം ആ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ, പിന്നെ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അത് വിട്ടു ഒറ്റ വരെയല്ല മതി, 2 പേർക്ക്. ഇന്നിവിടെ എന്തായാലും ഒക്കെ നടക്കും. മഴവെള്ളം നനഞ്ഞ് ഇരിക്കുമായിരുന്നു, ഒന്ന് തുടയ്ക്കണം. ഇല റെഡി. രാത്രി കിടക്കുമ്പോൾ അകത്തൊന്ന് ഓഫ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഗ്രില്ലിന് കോമ്പിനേഷനായിട്ട് ആരും ഒന്നും പറയല്ലേ, ക്ഷമിക്കണേ. എന്താണ് വിദേശത്തായിട്ട് കഴിയുന്നവര് ഇവിടെ വന്ന് ഇതേപോലെ കഴിക്കുക. പുതിയ കണ്ടുപിടുത്ത ഇതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. മതിയോ? മതിയല്ല. ഇത് മസാലത്തേയില കേട്ടോ. ഞങ്ങളുടെ ഒരു തിരുവനന്തപുരത്തെ സുഹൃത്ത് തന്നതാ. ആ സുഹൃത്ത് വീഡിയോ കാണുമ്പോൾ സുഹൃത്തിന് മനസ്സിലാവും ഞാൻ തന്നെയാണെന്ന്. ആ സുഹൃത്ത് ഇവിടെ വന്നപ്പം മൂന്നാർ പോയപ്പം ഇത് മേടിച്ചുകൊണ്ട് വന്ന് തന്നതാ. അതിനോടാണോ വലിയ 1 2 മതിയോ? തേയില വെള്ളം വേണം. മസാല ചായ അല്ല, മസാല തേയില വെള്ളം. മസാല തേയില കഴിഞ്ഞ ദിവസം കപ്പയായിരുന്നു. കൂടുന്നോ? ദാണ്ടേ ചിക്കൻ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഒരിച്ച് നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് വെച്ചേച്ച് ഇങ്ങനെയുണ്ട്. കൊള്ളാം കേട്ടോ.
ചിക്കൻ്റെ കാല് ഇതേപോലെ അങ്ങോട്ട് എടുക്കുക. ഒരു ഇച്ചിരി പൊറോട്ട, ഒരിച്ചിരി അല്പം നാരങ്ങ നീര്. ഞാൻ ഇതിനകം വെന്തോന്ന് കറക്റ്റ് പറയാമേ. വെന്ത് ചൊവ്വ വെന്തു. ഇളകി വീഴുക. എന്നിട്ട് നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. അല്ല, ഫൈനായിട്ട് വെന്തിട്ടുണ്ട്. പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ടയാണേ. വൈകുന്നേരമാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ വാ തുറന്നോണേ. വാ തുറന്നവർക്കൊക്കെ പൊറോട്ടയും ഗ്രില്ല് ചെയ്ത ചിക്കനും. കുറേ നാളായി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് കൂടിയപ്പോൾ കുറേ പണിയൊക്കെ ആയിരുന്നു. ഇപ്പം ഏകദേശമൊക്കെ ഒതുങ്ങിയിട്ടില്ല, കുറേയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ കഴിക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കട്ടെ. ഒരലയില രണ്ടുപേരും, അല്ലെങ്കിൽ ഈ ചിക്കൻ മൊത്തം അങ്ങ് തീരും കഴിക്കാൻ വന്നില്ലെങ്കിൽ. പൊറോട്ടയൊക്കെ തിന്ന് കഴിഞ്ഞു. ജോസൻ അടുത്ത പണി തുടങ്ങി. പാക്കിംഗ്. ഞങ്ങളുടെ സ്പ്രേ വന്നിട്ടുണ്ട്. സ്പ്രേ അത് ഇതിൽ കാണിച്ചാലോ ഇന്നത്തെ വീഡിയോയില്? അയ്യോ, അഡ്രസ് എഴുതിയില്ല. ആലപ്പുഴയാ. അപ്പം ഞാൻ പോയി അകത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ. ജോസാൻ ഇവിടെ പാക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല, അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കില്ല. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.